പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യായാമത്തിന്റെ പ്രസക്തി ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. ഇന്ന് ധാരാളം ആളുകൾ വ്യായാമം ചെയ്യുന്നുണ്ട്. വ്യായാമത്തെ പറ്റിയുള്ള ഒരു പ്രത്യേക കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. അതായത് എക്സർസൈസ് പ്രിസ്ക്രിപ്ഷൻ. ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടായിരിക്കാം. കൺസൾട്ടിങ്ങിന് പോയി കഴിയുമ്പോൾ അദ്ദേഹം പരിശോധിച്ച് കഴിഞ്ഞ് മരുന്നിന്റെ കുറിപ്പടി എഴുതി തരുന്നു. അതിനെ പ്രിസ്ക്രിപ്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സാധാരണഗതിയിൽ അതിനകത്ത് മരുന്നുകളുടെ പേര് മാത്രമേ കാണുകയുള്ളൂ. പക്ഷെ അടുത്ത കാലത്തായിട്ട് പലപ്പോഴും മിക്ക ഡോക്ടർമാരും ഈ വ്യായാമം ഒരു പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതാറുണ്ട്. അതായത് അഡ്വൈസ്ഡ് എക്സർസൈസ് എന്ന് ചിലപ്പോൾ അതിൽ എഴുതാറുണ്ട്. അതാണ് എക്സർസൈസ് പ്രിസ്ക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം സാഹചര്യത്തിലാണ് അല്ലെ ഏതെല്ലാം രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ എക്സർസൈസ് ഇന്നൊരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു രോഗത്തിന് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. മരുന്നുകൾ കൊണ്ടുള്ള ചികിത്സയുണ്ട്, സർജറി അല്ലെ ഓപ്പറേഷൻ മൂലം മാറ്റുന്ന ചില രോഗങ്ങളുണ്ട്, ചിലർക്ക് റേഡിയേഷൻ വേണ്ടി വരും, മറ്റ് പലതരത്തിലുള്ള തെറാപ്പിയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് വ്യായാമവും. ഒരുപക്ഷെ ഈ മരുന്നിനേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് വ്യായാമം കൊണ്ടുള്ള ചികിത്സ കൊണ്ടാണ്. ഒട്ടനവധി രോഗങ്ങളുടെ ചികിത്സയിൽ ഈ വ്യായാമത്തിന് പ്രധാന പങ്കുണ്ട്. അതാണ് എക്സർസൈസ് തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഹാർട്ട് അറ്റാക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാരെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക്. പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ മരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് കാർഡിയോളജിസ്റ്റ് എക്സർസൈസ് പലപ്പോഴും ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ തരാറുണ്ട്. അതായത് അവർ പറയുന്ന തരത്തിലുള്ള എക്സർസൈസ്, അതായത് വലിയ സ്ട്രെനുവസ് എക്സർസൈസ് ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർമാർ പറയും നിങ്ങൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് ഒന്നും ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാർഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് തരും. അത് ഒരു എക്സർസൈസ് പ്രിസ്ക്രിപ്ഷനാണ്. അത് ചെയ്യുന്നത് രണ്ടാമതൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് വ്യായാമം ചെയ്യാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. പിന്നെ മറ്റൊരു രോഗാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് വളരെ വളരെ സാധാരണയാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവർക്ക് വ്യായാമം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ വിധിയാണ്. മരുന്നുകൾ മാത്രം പോരാ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ, ഡയറ്റ് കൺട്രോൾ വേണം. പക്ഷെ അതിനേക്കാട്ടിലൊക്കെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് വ്യായാമം തന്നെയാണ്. വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾക്ക് ഗ്ലൂക്കോസ് ആവശ്യമുണ്ട്. അപ്പോൾ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ പേശികൾ വലിച്ചെടുക്കുന്നു, അതിനെ ഉപയോഗിച്ച് തീർക്കുന്നു. അപ്പോൾ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ കുറയുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ ഡയബറ്റീസ് കുറയുന്നത്. പിന്നെ മറ്റൊന്ന്, നമുക്ക് BP ഉള്ളവർക്കും ഈ എക്സർസൈസ് വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങളുടെ ഉയർന്ന BP കുറയണമെങ്കിൽ നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യണം. നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. എങ്കിലേ ഫാറ്റി ലിവർ നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് നോർമൽ ലിവറിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. നിങ്ങൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ ഉറങ്ങാൻ സാധിക്കും. അപ്പോൾ ഉറക്കക്കുറവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്ടർ പറയും നിങ്ങൾ വ്യായാമം ചെയ്യുക എന്ന് പറയും. വൈകിട്ട് വ്യായാമം ചെയ്യുന്നതാണ് നമുക്ക് ഉറക്കം കൂടുതലായിട്ട് ലഭിക്കാൻ നമ്മളെ കൂടുതലായിട്ടും സഹായിക്കുന്നത്. നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അവിടെയും വ്യായാമം അത്യാവശ്യമാണ്. നിങ്ങളുടെ തൂക്കം കുറയ്ക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ തൂക്കം നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ കുറഞ്ഞ തൂക്കം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം അത്യാവശ്യമാണ്. PCOD ഉണ്ടെങ്കിൽ വ്യായാമം അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട രോഗാവസ്ഥ സ്ട്രോക്കാണ്. സ്ട്രോക്ക് വന്ന് ഇന്ന് പലരും മരിക്കുന്നുണ്ട്. അതായത് പക്ഷാഘാതം. ഈ പക്ഷാഘാതം വരാതിരിക്കണേലും നമ്മൾ വ്യായാമം ഡെയിലി ചെയ്യണം. സ്ട്രോക്ക് വന്നവരും പിന്നെ മറ്റൊരു സ്ട്രോക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്യും. ഇതൊക്കെ രോഗചികിത്സയുടെ ഭാഗമായിട്ട് വ്യായാമം പ്രിസ്ക്രൈബ് ചെയ്യുന്ന സന്ദർഭങ്ങളാണ്. ഇനിയും രോഗപ്രതിരോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂള് അല്ലെ ഒരു ഘടകം വ്യായാമമാണ്. മിക്ക രോഗങ്ങളെയും നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ ഈ വ്യായാമം സഹായിക്കും. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളെ. ഏതാണ്ട് 150-ൽ പരം ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഹാർട്ട് അറ്റാക്ക്, അതുപോലെ തന്നെ പ്രമേഹം, പ്രീ ഡയബറ്റീസ്, ഫാറ്റി ലിവർ, സ്ട്രോക്ക്, അമിതവണ്ണം, മെറ്റബോളിക് സിൻഡ്രോം തുടങ്ങി ഒട്ടുമിക്ക രോഗങ്ങളെയും നമുക്ക് പ്രതിരോധിക്കണമെങ്കിൽ നമുക്ക് വ്യായാമം അത്യാവശ്യമാണ്. വ്യായാമമാണ് അതിൻ്റെയൊക്കെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല രോഗങ്ങളെയും നിയന്ത്രിച്ച് നിർത്താം. പല രോഗങ്ങളെയും നമുക്ക്
പ്രതിരോധിക്കാം. പക്ഷെ ഈ വക കാര്യങ്ങളൊക്കെ പലർക്കും അറിയാമെങ്കിലും പലരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞാലും പലരും അത് ഉൾക്കൊള്ളുന്നില്ല, പലരും വ്യായാമം ചെയ്യുന്നില്ല. ചില ഡോക്ടർമാരൊക്കെ അദ്ദേഹത്തിന്റെ പ്രിസ്ക്രിപ്ഷൻ പേപ്പറിൽ എക്സർസൈസ് അഡ്വൈസ്ഡ് എന്ന് എഴുതാറുണ്ട്. മറ്റു ചിലരാകട്ടെ അത് വാക്കാൽ പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ അത് ഗൗരവമായിട്ട് എടുക്കണം. എല്ലാ ദിവസവും എല്ലാവരും വ്യായാമം ചെയ്യണം. കാരണം വ്യായാമരഹിതമായ ഒരു ജീവിതമാണ് നമ്മുടെ ആധുനിക ജീവിത ശൈലിയുടെ ഒരു ഭാഗം. അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അലസ ജീവിതം നയിക്കുന്നവരാണ് ഇന്ന് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാരും. ഇന്ത്യയിലെ 70% ആൾക്കാർക്കും ശരീരത്തിന് ആവശ്യമായ വ്യായാമം കിട്ടുന്നില്ല എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനും ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും വ്യായാമം കൂടിയേ കഴിയൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു 40 മുതൽ 50 മിനിറ്റ് നമ്മൾ വ്യായാമം ചെയ്യണം. അത് ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യണം. അത് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം നമുക്ക് ചെയ്യാം. എയറോബിക് എക്സർസൈസ് ഇന്ന് ധാരാളമുണ്ട്. അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമമുണ്ട്, സ്ട്രെച്ചിങ് വ്യായാമമുണ്ട്, യോഗയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വ്യായാമമുണ്ട്. ഓരോ വ്യായാമത്തിനും ഓരോ രീതിയിലുള്ള പ്രയോജനമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനും വ്യായാമത്തിനുള്ള കഴിവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും വ്യായാമം ചെയ്യുക. ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.